ക്രിസ്മസ് ഗീതങ്ങൾക്കൊപ്പം ചുവടുവച്ച് കൊച്ചുകുട്ടികളും മുതിർന്നവരുമായ നൂറുകണക്കിന് സാന്താക്ലോസുമാർ തിരുപ്പിറവിയുടെ വരവറിയിച്ച് കഥകളുടെ സുൽത്താന്റെ നാട്ടിലെ രാജവീഥികൾ ആത്മഹർഷമണിയിച്ചു. ഭൂമിയിൽ സമാധാനം എന്ന പേരിൽ തലയോലപ്പറമ്പ് മേഖലയിലെ 20 ക്രൈസ്തവ ഇടവകളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ തലയോലപ്പറമ്പ് സെന്റ് ജോർജ് പള്ളി മൈതാനിയിൽ വിപുലമായ ക്രിസ്മസ് ആഘോഷത്തോടനുബന്ധിച്ചായിരുന്നു സാന്താക്ലോസ് നഗരവീഥികൾ കീഴടക്കിയത്. വർണ്ണശബളമായ ഘോഷയാത്ര, തിരുപ്പിറവിയുടെ നിശ്ചല ദൃശ്യം, ക്രിസ്മസ് സംഗമം, സാംസ്കാരിക സമ്മേളനം, നൃത്തരൂപങ്ങൾ, സംഗീതശില്പങ്ങൾ എന്നിവ ക്രിസ്മസ് ആഘോഷത്തിന് മാറ്റുകൂട്ടി. വൈക്കം ഡിവൈഎസ്പി സിബിച്ചൻ ജോസഫ് ക്രിസ്മസ് സാന്റ ഫ്ലാഗ് ഓഫ് ചെയ്തു. തലയോലപ്പറമ്പ് ആശാഭവൻ സ്പെഷ്യൽ സ്കൂൾ അടക്കം ചടങ്ങിൽ പങ്കാളികളായി. തുടർന്ന് നടന്ന സ്നേഹസംഗമത്തിൽ ലോകസഞ്ചാരി സന്തോഷ് ജോർജ് കുളങ്ങര ദീപം തെളിയിച്ച് ക്രിസ്മസ് സന്ദേശം നൽകി. ഇവിടെ ഇന്ന് ക്രിസ്ത്യൻ സഭകളുടെ ആഭിമുഖ്യത്തിലുള്ള ഒരു ക്രിസ്മസ് സന്ധ്യയാണ് ഇവിടെ ഒരുങ്ങിയിരിക്കുന്നത്. ഇവിടെ ക്രിസ്ത്യൻ സമൂഹം എന്ന് പറയുമ്പോൾ ക്രിസ്ത്യൻ സമൂഹം മാത്രമായുള്ള ഒരു ക്രിസ്മസ് ആയാനമാണ് എന്ന് ഞാൻ കരുതുന്നില്ല. തലയോലപ്പറമ്പിലെ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു 75-80 കൊല്ലം മുമ്പത്തെ അല്ലെങ്കിൽ 100 കൊല്ലം മുമ്പത്തെ തലയോലപ്പറമ്പിൻ്റെ ആ ഹൃദ്യമായ ആ സാഹോദര്യത്തിൻ്റെ കാലഘട്ടം കൂടി നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയുമ്പോഴാണ് യഥാർത്ഥ ക്രിസ്മസ് ആഘോഷമായി മാറുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ജനറൽ കൺവീനർ റവറൻ ഡോക്ടർ ബെന്നി ജോൺ മാരാമ്പറമ്പിൽ, പ്രൊഫസർ പയസ് കുട്ടോപ്പറമ്പിൽ, ജോൺസൺ ആന്റണി കൊച്ചുപറമ്പിൽ, പ്രോഗ്രാം കമ്മിറ്റി ഭാരവാഹികൾ തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. സ്വാതന്ത്ര്യത്തിലേക്ക്, ആ സ്വർഗത്തിലേക്ക് ഞങ്ങളെ ഉയർത്തണമേ എന്ന ഭാരതത്തിൻ്റെ മഹാകവി ടാഗോർ പ്രാർത്ഥിച്ച അതേ പ്രാർത്ഥനയോട് ചേർന്നാണ് ജാതിയും മതങ്ങളും കൊണ്ട് മനസ്സുകൾ ഇടുങ്ങാത്ത സ്വാതന്ത്ര്യത്തിൻ്റെ വിഹായസിലേക്ക് ഞങ്ങളെ തുറക്കണമേ എന്ന് ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. സകല ജനത്തിനും വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്തയുമായിട്ടാണ് ക്രിസ്മസ് ആഗതമായതെന്ന് നമുക്കറിയാം. മഴ പെയ്യുമ്പോൾ അത് ഒരു വീട്ടിലോ പറമ്പിലോ മാത്രമല്ല, ഒരു പ്രദേശം മുഴുവൻ നനയ്ക്കുന്നത് പോലെ ദൈവം അനുഗ്രഹം വർഷിക്കുന്നത് ക്രിസ്ത്യാനികൾക്ക് മാത്രമായിട്ടല്ല, മാനവരാശിക്ക് മുഴുവനായിട്ടാണെന്ന് നമുക്കറിയാം. വിവിധ കലാപരിപാടികൾ, സ്നേഹവിരുന്ന് എന്നിവയുണ്ടായിരുന്നു. എൻലൈറ്റ് ന്യൂസ്, വൈക്കം.